1872 കലണ്ടർ ആവർത്തിക്കുന്ന അടുത്ത വർഷമേത്? കലണ്ടർ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ 1872 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 4 വട്ടം 4 × 4 16, ബാക്കി 27, 6 × 4 24, ബാക്കി 3 2 8 × 4 32. നമുക്കിവിടെ റിമൈൻഡർ 0 ആണ് കിട്ടിയത്. റിമൈൻഡർ 0 ആണെങ്കിൽ നമ്മൾ ഈ വർഷത്തിൻ്റെ കൂടെ നമ്മൾ 28 ആഡ് ചെയ്യും. ഇപ്പോൾ റിമൈൻഡർ 1 ആണെങ്കിൽ നമ്മൾ 6 ആഡ് ചെയ്യും. റിമൈൻഡർ 2 അല്ലെങ്കിൽ 3 ആണെങ്കിൽ നമ്മൾ 11 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 0 ആണ് റിമൈൻഡർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ +28 ആഡ് ചെയ്യും. 1872 +28. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1900 കിട്ടും. അപ്പോൾ 1900 എന്ന് പറഞ്ഞാൽ അതൊരു നൂറ്റാണ്ടല്ലേ. അപ്പോൾ നൂറ്റാണ്ട് വരുമ്പോൾ നമ്മൾ അത് ലീപ്പ് ഇയർ ആണോ നോക്കുക. ഇതിപ്പോൾ ലീപ്പ് ഇയർ ആണോ? അല്ല. ലീപ്പ് ഇയർ ആണോ നോക്കാൻ നമ്മൾ ഈ നൂറ്റാണ്ടിനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇത് 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോവോ? ഇല്ല. അപ്പോൾ ഇത് ലീപ്പ് ഇയർ അല്ല. അപ്പോൾ ലീപ്പ് ഇയർ അല്ലെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന വർഷം, ഈ വർഷത്തിന് നമ്മൾ 40 കൊണ്ട് കൂട്ടണം. അപ്പോൾ 1872 +40 ചെയ്യാം. 1872 +40 1912.